ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ട്രിവാൻഡ്രത്തുള്ള 2 ഫുഡ് സ്പോട്ടുകൾ ഞാൻ പരിചയപ്പെടുത്തട്ടെ. നമ്മൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചു. അതിലാദ്യത്തെ സ്ഥലമാണ് പുഞ്ചക്കരി ഷാപ്പ്. നമ്മളിപ്പം പുഞ്ചക്കരി ഷാപ്പിലാണ്, ട്രിവാൻഡ്രത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇന്ന് പുഞ്ചക്കരി ഷാപ്പിലാണ് വന്നത്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല അടിപൊളി മധുരക്കള്ള് കുടിച്ചു, അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ്, പിന്നെന്തായിരുന്നു തലക്കറി, കപ്പ, അപ്പം, പിന്നെ ഇവർ പോർക്ക് വാങ്ങിച്ചു. ഞാൻ പോർക്ക് കഴിക്കില്ല. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി. പിന്നെ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു വൈബൊക്കെ ഫസ്റ്റ് ക്ലാസ്. ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചോ? അപ്പവും ഞണ്ടും കഴിച്ചു കേട്ടോ നദാലൂട്ടൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വാ, അങ്ങോട്ട് നടക്കാം. അവിടുത്തെ ഫിഷ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫിഷൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ നല്ല മുന്തിരിക്കള്ളുണ്ട്, അതുപോലെ തന്നെ നാടൻ കള്ളുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു, കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ അപ്പാടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞാൽ പോകാനുള്ള ഒരു സ്പോട്ടാണ്, ഫുഡ് കഴിക്കാൻ പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പുഞ്ചക്കരി ഷാപ്പിൽ നിന്ന്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മളെ കുമരകത്തേക്കുള്ള ഷാപ്പിൻ്റെ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും വേറൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ചൂടത്താണെങ്കിലും ആ ഹട്ടിലിരുന്നിട്ട് നമുക്ക് അത്ര വലിയ ഭീകരമായ ചൂടൊന്നും തോന്നിയില്ല. എല്ലാം കൊണ്ടും ഓക്കെ. പിന്നെ ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ച് നടക്കാം. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ രാജീലയിലോട്ടാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച രാജീലയിൽ പോയതാണ്. ഈ ആഴ്ച വീണ്ടും ഇവരൊക്കെ ആയിട്ട് പോയി. കാരണം ഞാൻ ആ പറഞ്ഞൊരു ഹൈപ്പിൽ ഇവർക്കും പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയത് ഓൾറെഡി ഒരാൾ എനിക്ക് വർഷങ്ങളായിട്ട് തന്ന ഹൈപ്പിലാണ് പോയത്. നന്ദിച്ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ രാജീലയിൽ പോയത്. എപ്പോഴും പറയാറുണ്ട് അവിടുത്തെ നല്ലി, അവിടുത്തെ മട്ടൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞതിന് ഫുൾ ഗ്യാരണ്ടി എന്നുള്ള രീതിക്കാണ് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. നമ്മൾ പോയിട്ട് നല്ലി ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് 2 പോർഷൻ പെരട്ട് ഓർഡർ ചെയ്തു, പിന്നെ മട്ടൻ ബ്രെയിനും ഓർഡർ ചെയ്തു. ഞാനങ്ങനെ ബ്രെയിന് കാര്യങ്ങളൊന്നും കഴിക്കില്ല. നല്ലോണം പിടിച്ചു. നമ്മൾ ആദ്യം ഒരു 3 പോർഷൻ ഓർഡർ ചെയ്തു, പിന്നെ വീണ്ടും 2 പോർഷൻ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയാണേലും ഞാനാണേലും ആ ഒരു എല്ലിൻ്റെ ഫാനാണ്. അപ്പോൾ നദാലൂട്ടിന് കൊടുത്ത റൊട്ടിയും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. നല്ല അടിപൊളി. എന്താണേലും ട്രിവാൻഡ്രം വരുന്നവർ രാജീലയിലൊന്നും പൊക്കോ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല രാജീലയിൽ പോയാലും. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഐക്ക പറഞ്ഞു, നിങ്ങളെ പോയിട്ട് കിച്ചണൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കിച്ചണിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ആ കിച്ചൺ എന്നുള്ളത്. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഒരു മസാല കാര്യങ്ങൾ, മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഉരുളിലിട്ടിട്ടാണ് ഇതാക്കുന്നത്. അതിൻ്റെ ആ ഒരു ഹീറ്റ് വന്നിട്ട്, ഓവർ ഹീറ്റ് വന്നിട്ട് മിക്സിയിലൊക്കെ അരച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഉരുളിൽ തന്നെ ഇട്ടാണ് എല്ലാം ചെയ്തെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ആടിനെ വളർത്തുന്ന സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ. അത്രയും ആടുകൾ അവിടെ കിടപ്പുണ്ട്, എന്നിട്ട് പോലും നമുക്കൊരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആടിനെ അറക്കുന്ന റൂമൊക്കെ ആ ചേട്ടൻ ഞങ്ങളെ തുറന്ന് കാണിച്ചു കേട്ടോ. ആ ചേട്ടൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം നീറ്റായിട്ടാണ് അവരവിടെ അത് വെച്ചേക്കുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിപ്പോൾ നേരിട്ട് കാണുകയല്ലേ. അല്ല, അതിനകത്ത് മണമൊന്നുമില്ല അല്ലേ? അവരവിടെ ഒരാഴ്ചയിൽ പോയി എടുക്കുന്ന ആടിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ എനിക്ക് തോന്നുന്നു ആടിനെ അർത്ഥം മീറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അത്ര സംഭവമാണ് രാജീല. അപ്പോൾ എന്താണെങ്കിലും ട്രിവാൻഡ്രം വരുന്നവരൊന്ന് രാജീലയിൽ പോയിട്ട് മട്ടൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടോ. കാരണം നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.